പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അവിടെ അതിസുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ ആ രാജകുമാരി തന്റെ വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരിക്കെ ആ സൂചി കൊണ്ട് അവളുടെ കയ്യിൽ മുറിവുകളുണ്ട്. ആ മുറിവിൽ നിന്ന് വന്ന ചോര അവൾ മഞ്ഞ പരവതാനിയിലേക്ക് ഇട്ടിച്ചു. അവൾ അത്ഭുതയായി. അവൾ ചിന്തിച്ചു, എന്തു ഭംഗിയാണ് ഈ വെള്ള പരവതാനിയിലേക്ക് ഈ ചുവന്ന മുത്തുകൾ എത്തിയപ്പോൾ. അവൾ തന്റെ മനസ്സിൽ ആഗ്രഹിച്ചു, ഈ നിറത്തിൽ തനിക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ, ഈ മഞ്ഞ പോലെ തൂവെള്ള നിറത്തിലുള്ള ശരീരവും ഈ രക്തത്തിന്റെ നിറമുള്ള ചുണ്ടുകളുമുള്ള ഒരു കുഞ്ഞ് തനിക്ക് ജനിച്ചിരുന്നുവെങ്കിൽ. അവൾ വല്ലാതെ ആഗ്രഹിച്ചു. വളരെ വൈകാതെ തന്നെ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അവൾ ആഗ്രഹിച്ചതുപോലെ തൂവെള്ള നിറത്തിലുള്ള ശരീരവും ചുവന്ന ചുണ്ടുകളും അതിമനോഹരിയായ ഒരു കുട്ടി. അവർ അവൾക്ക് സ്നോ വൈറ്റ് എന്ന് പേരിട്ടു. ഇവിടെയാണ് സ്നോ വൈറ്റിന്റെ കഥ തുടങ്ങുന്നത്. പക്ഷേ വൈകാതെ തന്നെ അത് സംഭവിച്ചു. രാജകുമാരി അസുഖബാധിതയായി കിടപ്പിലായി മരണപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. രാജകുമാരൻ മറ്റൊരു രാജകുമാരിയെ വിവാഹം ചെയ്തു. അവൾ അതിസുന്ദരിയായ ഒരു യുവതിയായിരുന്നു. എന്നാൽ അവൾ അഹങ്കാരിയും ക്രൂരയുമായിരുന്നു. തന്റെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചിരുന്നു. അവൾ എന്നും തന്റെ മാന്ത്രിക കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് ചോദിക്കും, ആരാണ് ഏറ്റവും സുന്ദരി? ആ കണ്ണാടി അവൾക്ക് മറുപടി നൽകും, രാജകുമാരി, നിങ്ങളാണ് ഏറ്റവും സുന്ദരി. ഈ മറുപടി അവളെ വല്ലാതെ സന്തുഷ്ടയാക്കിയിരുന്നു. എന്നാൽ ഒരിക്കൽ ഈ കണ്ണാടി അവൾക്ക് മറുപടി നൽകി, രാജകുമാരി, നിങ്ങളാണ് അതിസുന്ദരി, പക്ഷേ സ്നോ വൈറ്റ് നിങ്ങളെക്കാൾ സുന്ദരിയാണ്. ഈ മറുപടി അവളെ വളരെയധികം ദേഷ്യമുള്ളവളാക്കി. അവൾക്ക് തന്റെ ദേഷ്യം അടക്കാനാവാതെ അവൾ സ്നോ വൈറ്റിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവൾ തന്റെ വിശ്വസ്ത വേട്ടക്കാരനെ സ്നോ വൈറ്റിനെ കൊല്ലാൻ കൽപ്പിച്ചു. സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് കൊണ്ടുപോകണം. അവളെ കൊന്ന് തെളിവിനായി അവളുടെ ഹൃദയം എനിക്ക് നീ കൊണ്ടുവരണം. വേട്ടക്കാരൻ സ്നോ വൈറ്റിനെ കൊണ്ട് കാട്ടിലേക്ക് പോയി. കാട്ടിൽ വെച്ച് അവളെ കൊല്ലാൻ ശ്രമിച്ചതും അവൾ കരഞ്ഞപേക്ഷിച്ചു അവളെ കൊല്ലരുതെന്ന്. അവൾ അവനോട് യാചിച്ചു, അവൻ ഇവിടം വിട്ട് പൊക്കോളാം, പക്ഷെ അവളെ ഉപദ്രവിക്കരുതെന്ന്. താൻ ഒരിക്കലും മടങ്ങി വരില്ലെന്നും അവൾ അവനോട് യാചിച്ചു പറഞ്ഞു. സ്നോ വൈറ്റിനെ കണ്ട വേട്ടക്കാരൻ അവളെ വെറുതെ വിട്ടു. അവളോട് ഒരിക്കലും നീ മടങ്ങി വരരുതെന്ന് അവൻ പറഞ്ഞു. അവൾ ആ കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. രാജകുമാരിയെ കാണിക്കാൻ തെളിവിനായി ആ വേട്ടക്കാരൻ ഒരു പന്നിയെ കൊന്ന് അതിൻ്റെ ഹൃദയമെടുത്ത് സ്നോ വൈറ്റിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ് രാജകുമാരിക്ക് മുന്നിൽ സമർപ്പിച്ചു. എന്നാൽ ഈ ഹൃദയം കണ്ട് സ്നോ വൈറ്റ് മരിച്ചെന്ന് വിശ്വസിച്ച് സ്നോ വൈറ്റിൻ്റെ ഹൃദയമാണെന്ന് കരുതി ആ രാജകുമാരി അത് പാകം ചെയ്ത് കഴിച്ചു. സ്നോ വൈറ്റ് ഇരുണ്ട കാടുകളിലൂടെ അലഞ്ഞു നടന്നു. എങ്ങോട്ടാണ് താൻ പോകുന്നതെന്നറിയാതെ അവൾ നടന്ന് ഒരു വീടിന് മുമ്പിലെത്തി. ആ ചെറിയ വീട് കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമായി. അവൾ ആ വീടിന് ചുറ്റും നോക്കി. അവിടെ ആരെയും അവൾ കണ്ടില്ല. ഒടുവിൽ അവൾ ആ വീടിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ ഒരു മേശയുടെ മുകളിൽ 7 പ്ലേറ്റുകളും 7 കപ്പുകളും അവൾ കണ്ടു. പിന്നീട് ആ വീട്ടിൽ അവൾ 7 കട്ടിലുകളും കണ്ടു. പക്ഷേ അവൾ ഒരുപാട് തിരിഞ്ഞിട്ടും അവിടെ ആരെയും അവൾ കണ്ടില്ല. വിശപ്പ് സഹിക്കാനാവാതെ അവിടെയുള്ള ഭക്ഷണങ്ങളിൽ ഒന്ന് അവളെടുത്ത് കഴിച്ച് അവൾക്ക് അനുയോജ്യമായ ഒരു കട്ടിലിൽ കയറി കിടന്നു. ആ രാത്രി 7 കുള്ളന്മാർ മലമുകളിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിലെത്തിയപ്പോൾ അവർക്ക് അകത്താരോ ഉണ്ടെന്ന് സംശയം തോന്നി. അവർ വീടിനുള്ളിലേക്ക് വളരെ ഭയത്തോടെ കടന്നു ചെന്നു. അവർ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവർ ആശ്ചര്യപ്പെട്ടു. ആരാണ് തങ്ങളുടെ ഭക്ഷണം എടുത്ത് കഴിച്ചത്? ആരാണ് തങ്ങളുടെ കസാരയിലിരുന്നത്? ആരാണ് തങ്ങളുടെ കപ്പിലുള്ള വെള്ളം കുടിച്ചത്? അവർ അത്ഭുതപ്പെട്ടു. ഒടുവിൽ അവരുടെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന സ്നോ വൈറ്റിനെ അവർ കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. ആരാണിവൾ?
എന്തു ഭംഗിയാണ് ഇവളെ കാണാൻ. അവർ അവളെ ഉണർത്തിയില്ല, അവളെ ഉറങ്ങാൻ അനുവദിച്ചു. നേരം പുലർന്നതും സ്നോ വൈറ്റ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. 7 കുള്ളന്മാരെ കണ്ടതും അവൾ അത്ഭുതപ്പെട്ടു. പക്ഷേ അവർ വളരെ സ്നേഹമുള്ളവരായിരുന്നു. അവർ സ്നോ വൈറ്റിനോട് അവളുടെ പേരും ഇങ്ങനെ അവൾ ഇവിടെ എത്തിയെന്നും എല്ലാ കഥകളും ചോദിച്ചു മനസ്സിലാക്കി. അവൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവരോട് വിശദീകരിച്ചു പറഞ്ഞു. അവർ വളരെ സ്നേഹത്തോടെ സ്നോ വൈറ്റിനെ അവരുടെ കൂടെ താമസിക്കാൻ അനുവദിച്ചു. അവർ കുറച്ചു കാലത്തേക്ക് വളരെ സന്തോഷമായി ജീവിച്ചു. എന്നാൽ 7 കുള്ളന്മാർ എന്നും വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവളോട് പറയൂ, ആര് വന്നാലും കഥക് തുറക്കരുത്. നിന്റെ രണ്ടാനമ്മ ഉടനെ തന്നെ നീ ജീവിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ രാജകുമാരി തന്റെ മാന്ത്രിക കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, ആരാണ് ഏറ്റവും സുന്ദരി എന്ന്. എന്നാൽ ആ കണ്ണാടി മറുപടി പറഞ്ഞു, നിങ്ങളാണ് സുന്ദരി. പക്ഷേ മലമുകളിൽ താമസിക്കുന്ന സ്നോ വൈറ്റ് ആണ് ഏറ്റവും സുന്ദരി എന്ന്. ഇത് കേട്ടതും സ്നോ വൈറ്റ് മരിച്ചിട്ടില്ലെന്ന് രാജകുമാരി മനസ്സിലാക്കി. അവൾ വളരെയധികം കോപിതയായി. അവൾ അവളെ കൊല്ലാൻ തീരുമാനിച്ചു. രാജകുമാരി തൻ്റെ എല്ലാ മന്ത്രങ്ങളും ഉപയോഗിച്ച് അവൾ വേഷം മാറി ഒരു വയസ്സായ സ്ത്രീയുടെ രൂപത്തിൽ മലമുകളിലേക്ക് പോയി. സ്നോ വൈറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവൾ ഒരു ഉപദ്രവകാരിയല്ലെന്ന് സ്നോ വൈറ്റ് വിശ്വസിച്ചു. എന്നാൽ ആ റിബൺ രാജകുമാരി സ്നോ വൈറ്റിന്റെ അരയിൽ കെട്ടിയതും സ്നോ വൈറ്റ് തളർന്നു വീണു. സ്നോ വൈറ്റ് മരിച്ചെന്ന് വിശ്വസിച്ച് ആ രാജകുമാരി അവിടെ നിന്ന് പോയി. വീട്ടിൽ തിരിച്ചെത്തിയ കുള്ളന്മാർ കണ്ടത് തളർന്നു കിടക്കുന്ന സ്നോ വൈറ്റിനെയാണ്. അവർ അവരുടെ എല്ലാ കഴിവുകളും ശ്രമിച്ച് സ്നോ വൈറ്റിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അടുത്ത ദിവസം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആരാണ് സുന്ദരി എന്ന് ചോദിച്ച രാജകുമാരി മനസ്സിലാക്കി സ്നോ വൈറ്റ് മരിച്ചിട്ടില്ലെന്ന്. അവൾ വീണ്ടും സ്നോ വൈറ്റിനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ഇത്തവണ അവൾ ഒരു ചീർപ്പ് വിൽപ്പനക്കാരിയായി വേഷം മാറി. അവൾ ഒരു ചീർപ്പിൽ വിഷം നിറച്ച് അതുമായി കുള്ളന്മാരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കുള്ളന്മാരുടെ വീട്ടിൽ വേഷം മാറിയെത്തിയ രാജകുമാരി സ്നോ വൈറ്റിനെ ഉറക്കെ വിളിച്ചു. അവൾ തന്റെ ചീർപ്പുകൾ വാങ്ങാനായി സ്നോ വൈറ്റിനോട് അപേക്ഷിച്ചു. എന്നാൽ സ്നോ വൈറ്റ് അവളെ അകത്ത് കയറാൻ അനുവദിച്ചില്ലെങ്കിലും എന്നാൽ രാജകുമാരി ജനാലക്കരികിൽ നിന്ന് തന്റെ ചീർപ്പുകൾ സ്നോ വൈറ്റിനെ കാണിച്ച് തന്റെ ചീർപ്പ് കൊണ്ട് സ്നോ വൈറ്റിന്റെ തലയിൽ തൊട്ടതും ആ വിഷമിറങ്ങി സ്നോ വൈറ്റ് അവിടെ തളർന്നു വീണു. വീട്ടിൽ തിരിച്ചെത്തിയ കുള്ളന്മാർ കണ്ടത് ജീവനില്ലാത്ത സ്നോ വൈറ്റിനെയാണ്. അവർ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് സ്നോ വൈറ്റിനെ വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടു. അവർ വീണ്ടും സ്നോ വൈറ്റിനോട് പറഞ്ഞു, ആര് വന്നാലും നീ കഥക് തുറക്കരുതെന്ന്. എന്നാൽ ഇപ്പോഴും സ്നോ വൈറ്റ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രാജകുമാരി തന്റെ പുതിയ തന്ത്രം ഉപയോഗിച്ചു. അവൾ തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഒരു വിഷമുള്ള ആപ്പിൾ നിർമ്മിച്ചു. ഇത്തവണ അവൾ ഒരു കർഷക സ്ത്രീയായാണ് കുള്ളന്മാരുടെ വീട്ടിലെത്തിയത്. ഇത്തവണ കൂടുതൽ വിശ്വസനീയമാക്കാൻ അവൾ ആപ്പിളിന്റെ പകുതി ഭാഗം മാത്രമേ വിഷം നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ കുള്ളന്മാരുടെ വീട്ടിലെത്തിയ രാജകുമാരി പകുതി ഭാഗം ആപ്പിൾ താനും കഴിച്ചോളാം എന്ന് പറഞ്ഞ് സ്നോ വൈറ്റിനെ വിശ്വസിപ്പിച്ച് വിഷമുള്ള ആപ്പിൾ കഷ്ണം സ്നോ വൈറ്റിനെ കൊണ്ട് കഴിപ്പിച്ചു. എന്നാൽ ആ ആപ്പിൾ കഷ്ണം കഴിച്ചതും സ്നോ വൈറ്റ് അവിടെ തളർന്നു വീണു. വീട്ടിൽ തിരിച്ചെത്തിയ കുള്ളന്മാർ കണ്ടത് മരിച്ചു കിടക്കുന്ന സ്നോ വൈറ്റിനെയാണ്. ഇത്തവണ അവർക്ക് സ്നോ വൈറ്റിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നാൽ അതിസുന്ദരിയായ സ്നോ വൈറ്റിനെ അവർക്ക് മണ്ണിൽ കുഴിച്ചിടാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ശവപ്പെട്ടിയിൽ സ്നോ വൈറ്റിനെ കിടത്തി അവർ അവളെ മലമുകളിലേക്ക് കൊണ്ടുപോയി. അവരിൽ ഒരാൾ എന്നും അവൾക്ക് കാവലും ഇരുന്നു.
ഇപ്പോൾ രാജകുമാരി തൻ്റെ കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് ആരാണ് സുന്ദരിയെന്ന് ചോദിച്ചപ്പോൾ കണ്ണാടി അവളോട് മറുപടി പറഞ്ഞു, അവളാണ് സുന്ദരിയെന്ന്. ഇപ്പോൾ രാജകുമാരി അതിസന്തോഷവതിയായി. സ്നോ വൈറ്റ് മരിച്ചു എന്ന് അവൾ വിശ്വസിച്ചു. അവൾ വളരെയധികം സന്തോഷവതിയായി. ആ രാജകുമാരൻ ആ കുള്ളന്മാരോട് പറഞ്ഞു, അവൻ അവളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. ആദ്യം കുള്ളന്മാർ നിഷേധിച്ചെങ്കിലും പിന്നീട് അവർ സമ്മതിച്ചു. രാജകുമാരന്റെ വേലക്കാർ സ്നോ വൈറ്റിനെ എടുത്ത് നടക്കാൻ ആരംഭിച്ചു. നടക്കുന്നതിനിടയിൽ അവരുടെ കാൽ തന്നെ സ്നോ വൈറ്റ് നിലത്ത് വീണു. സമയം അവളുടെ വയറ്റിലുണ്ടായിരുന്ന വിഷമുള്ള ആപ്പിൾ കഷ്ണങ്ങൾ പുറത്തേക്ക് വന്നു. സ്നോ വൈറ്റിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ജീവൻ തിരിച്ചു കിട്ടിയ അവൾ അത്ഭുതപ്പെട്ടുപോയി. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് അതിസുന്ദരനായ ഒരു രാജകുമാരനെയായി. അവൻ സ്നോ വൈറ്റിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് രാജകുമാരിയായി ക്ഷണിച്ചു. രാജകുമാരൻ്റെയും സ്നോ വൈറ്റിൻ്റെയും വിവാഹം അവരുടെ കൊട്ടാരത്തിൽ വെച്ച് നടന്നു. എന്നാൽ ദുഷ്ടയായ സ്നോ വൈറ്റിൻ്റെ രണ്ടാനമ്മ സ്നോ വൈറ്റ് മരിച്ചെന്ന് വിശ്വസിച്ചു. രാജകുമാരൻ്റെ വിവാഹത്തിന് അവളും ക്ഷണിക്കപ്പെട്ടു. എന്നാൽ വിവാഹത്തിന് പോകും മുമ്പ് അവൾ തന്നെ കണ്ണാടിക്കരികിൽ നിന്ന് ചോദിച്ചു, ആരാണ് ഏറ്റവും സുന്ദരിയെന്ന്. എന്നാൽ ഇത്തവണ കണ്ണാടി മറുപടി നൽകി, അവളാണ് സുന്ദരി, എന്നാൽ പുതിയ രാജകുമാരിയാണ് ഏറ്റവും സുന്ദരിയെന്ന്. അവൾ രാജകുമാരൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവൾക്ക് കാണണമായിരുന്നു ആരാണ് ആ രാജകുമാരിയെന്ന്. എന്നാൽ ഈ ദുഷ്ടയായ സ്ത്രീക്ക് അവിടെ രാജകുമാരൻ ഒരു വലിയ ശിക്ഷ തയ്യാറാക്കിയിരുന്നു. തീ കൊണ്ട് നിർമ്മിച്ച ചെരുപ്പുകൾ ധരിച്ച് അവളെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ചു.